സ്വന്തമാം ബുദ്ധിയില്ലാത്തോൻ അന്തമന്യേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയ കയ്യില് കറിസ്വാദ് കണക്കിനെ എന്നൊരു ചൊല്ലുണ്ട് എന്റെ നാട്ടിൽ. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചാലും ശാസ്ത്രീയമായ അർത്ഥമറിയില്ല. ഏതുപോലെ കയ്യില് കറിസ്വാദ് കണക്കിനെ. സാമ്പാറും പച്ചടിയും വിളമ്പുന്ന കയ്യില്, ഇവിടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അറിയാവോ? തവി. ഈ മുക്കി വിളമ്പുന്ന ഒരു തവിക്കും കയ്യിലും സ്പൂണിനും ഒരു കറിയുടെ ടേസ്റ്റും മനസ്സിലായിട്ടില്ല. നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കുന്നു, നല്ല വിവരമുണ്ട്. ആ വിവരം പക്ഷേ അവനുമായിട്ടും അവന്റെ നാടുമായിട്ടും അവന്റെ കാലവുമായിട്ടും കണക്ട് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതാ സഹനവും ഗുണത്തു സഹവീര്യം കരവാവഹൈ. അതിനുള്ള പുതിയ പുതിയ ശാസ്ത്രീയമായ തത്വങ്ങളെ കർമ്മപദത്തിൽ എത്തിക്കാൻ കഴിയണവന്, കർമ്മപദത്തിൽ എത്തിക്കാൻ കഴിയണം. അങ്ങനെ എഴുതുമ്പോ അവന്റെ മനസ്സിൽ ഒരു പ്രകാശം ഉണ്ടാവും. അതാ തേജസ്വിനാവധീതമസ്തു. ഈ പ്രകാശം ഉണ്ടായ പിന്നെ മാ വിദ്യുഷാവഹി, ഒരാളോട് വിദ്വേഷം ഉണ്ടാവില്ല. ഈ പ്രകാശം ഏറ്റവും കുറഞ്ഞവരാണ് ഒരു പറ്റം മത മൗലികവാദികൾ, ഒരു പറ്റം മതവിശ്വാസികൾ. ഈ മനസ്സിൽ പ്രകാശമുണ്ടെങ്കിൽ ഒരാളോടും വിദ്വേഷം ഉണ്ടാവില്ല. ഒരാൾ കൂടുതൽ ദൈവത്തോടും മതത്തോടും അടുക്കുന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ വിദ്വേഷത്തിലേക്ക് പോകുന്നു എന്നത് വരുന്നതിൽ എന്തോ കുഴപ്പമില്ലേ? കൂടുതൽ ഒരു മതത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ വിദ്വേഷവും മറ്റു മതങ്ങളോട് വിദ്വേഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പാർക്ക? നമ്മൾ ആലോചിക്കണം. പ്രകാശമില്ല, ആ പ്രകാശം ഉണ്ടാവണം. ഉണ്ടായ മാ വിദ്യുഷാവഹൈ, ഒരാളോടും വിദ്വേഷം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം. ചിന്തയാണ് പ്രധാനം. ചിന്ത വളർത്തുക, ഓരോന്നിനെ പറ്റിയും ചിന്തിക്കാൻ സമയം കൊടുക്കുക. ഭാരതത്തിൽ ചിന്ത വളർത്തുന്ന ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു, വേദാന്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്തുടർന്ന് വന്നിരിക്കുന്ന പുരോഹിതന്മാർ അവരെ വയറ്റിപ്പിഴപ്പാക്കി. ജഡിനി മൂണ്ടി, ഇത് ഞാൻ പറയുന്നല്ല, ശങ്കരാചാര്യർ പറയാ. ജഡിനി മൂണ്ടി ലുംചിതകേശ കാഷായാംബര ബഹുകൃതവേഷ സത്യർനപിതന പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷം. ജഡിനികൾ, ജടപിടിച്ചവർ. മുടി കൂട്ടിപ്പറ്റിയിട്ട്, താരം വന്ന് കൂട്ടിപ്പറ്റിയിട്ട് ജടയായിട്ടുണ്ടാവുമല്ലോ, കുളിക്കാണ്ട് നടന്നാ പിന്നെ ഉണ്ടാവുമല്ലോ, അതാ ജഡിനികൾ. മുണ്ടികൾ, മുണ്ടനം ചെയ്ത തലയുള്ള, മൊട്ടയടിച്ച തലയുള്ളവർ. ലുംചിതകേശികൾ, മുടി കത്രിച്ച് സെറ്റൊപ്പിച്ച മുറിച്ചവർ. നമ്മുടെ സന്തോഷ് മാധവില്ലേ, ഇപ്പൊ ജയിലിൽ മരിച്ചുപോയി, പീഡന കേസ് പ്രതിയായി, അതെല്ലാം ലുംചിതകേശിയ. കാഷായാംബരധാരികൾ, ഇങ്ങനെ ബഹുകൃത വേഷം. എന്തിനാ? ഉദരനിമിത്തം ബഹുകൃതവേഷം. ശങ്കരാചാര്യര് ഭജഗോവിന്ദത്ത് പറഞ്ഞത് ഈ ഉദരനിമിത്തം ബഹുകൃത വേഷം കെട്ടുന്നവരെന്ത് ചെയ്തു? അന്ന് പറഞ്ഞ ചിന്തക്കപ്പുറത്തൊരു ചിന്തയില്ല, അത് സനാതനമാണെന്ന് പറഞ്ഞു. മനുഷ്യൻ അധുനാതനാകുമ്പോൾ മാത്രമേ വികാസം ഉണ്ടാകൂ. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. എന്ന് പറഞ്ഞാൽ ധർമ്മം ഒരിക്കലും മാറാൻ പാടില്ല എന്നതാണ് സനാതന ധർമ്മം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനെയും കയ്യിൽ നിന്ന് ക്ഷത്രിയനെയും തൊടയെന്ന് വൈശ്യനെയും കാലിന്റെ അടിയിൽ നിന്ന് ശൂദ്രനെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് സനാതനമാണ്, അത് മാറാൻ പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഹിന്ദുക്കൾ ആരാ? ഹിന്ദുക്കള് നായരും നമ്പ്യാറ് വരെ. ഇവിടെ നമ്പ്യാർ ഈ നാട്ടിൽ കുറവല്ല, നിങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ നമ്പ്യാർ. ശൂദ്രന്മാര് വരെയേ ഉള്ളൂ ബ്രഹ്മാവ് സൃഷ്ടിച്ച്. ബാക്കിയുള്ളവരോ? ഈഴവരെ ആര് സൃഷ്ടിച്ചു? കുലേരെ ആര് സൃഷ്ടിച്ചു? ആദിവാസികളെ, ദളിതന്മാരെ ആര് സൃഷ്ടിച്ചു? ഈ ചോദ്യത്തിന് സനാതന ധർമ്മികൾ ഉത്തരം പറയണ്ടേ? തമിഴ്നാട്ടിൽ ഒരാളുണ്ട്, അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു. രാമസ്വാമി നായ്ക്കര് പറഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം അവനവന്റെ തന്തക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് രാമസ്വാമി നായ്ക്കരെ തന്തൈ പെരിയോർ എന്ന് വിളിച്ചത്. മനസ്സിലാക്കണോ?
തമിഴ്നാട്ടിലെ ദളിതന്മാർക്ക് തന്ത ഉണ്ടാക്കി കൊടുത്ത അയാളാണ്. ഇതാ സനാതനം. നമുക്ക് മനുഷ്യന് വേണ്ടത് പണ്ടുള്ളവരുടെ ബുദ്ധി മാത്രമേ വേണ്ടൂ, എന്റെ ബുദ്ധി പണയം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരെ സനാതന ധർമ്മികൾ എന്ന് വിളിക്കും. അല്ല, എന്റെ ബുദ്ധി കൊണ്ട് പണ്ടത്തെ കാലഘട്ടത്തിലെ അറിവുകളെ ഞാൻ പുതുക്കിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നവരെ അധുനാതന ധർമ്മികൾ എന്ന് വിളിക്കും. ഇന്ത്യ രാജ്യം അധുനാതന ധർമ്മികൾ കുറയുകയും സനാതന ധർമ്മികൾ കൂടുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം പുറകോട്ട് പോയി. അല്ലെങ്കിൽ വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്, വിവേകം കിഴക്ക് നിന്ന് ഉദിക്കുന്നു എന്ന് ഇംഗ്ലീഷുകാർ പണ്ട് പറഞ്ഞ കിഴക്ക് നമ്മളാ. കാരണം എന്താണെന്നറിയോ? 18 പുരാണങ്ങൾ എഴുതി, രാമായണം, ഭഗവത്ഗീത, മഹാഭാരതം എഴുതിയില്ലേ? വേദങ്ങൾ, വേദാന്തങ്ങളെല്ലാം എഴുതിയില്ലേ? നിങ്ങൾ ആലോചിച്ചു. ഈ വേദങ്ങളൊന്നും എഴുതി വെച്ചിരുന്നില്ല കേട്ടോ. വേദങ്ങളെല്ലാം ഓദിക്കല. വേദങ്ങൾ പഠിപ്പിക്കുന്ന ആളെന്താ പറയാ? ഓദിക്കൽ അല്ലേ? ഇന്നലെ VT ഭട്ടതിരിപ്പാടിന്റെ സ്മാരക മന്ദിരത്തിന് മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിച്ചു. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഓദിക്കന്റെ മുമ്പ് പോയിട്ട് അടികൊണ്ടതിന്റെ കഥ പറയുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുന്നു, എഴുത്തറിയില്ല, ഓതുക, പറയുക. ഈ പറയുമ്പോ വേദങ്ങളുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറയുമ്പോ ചില കാര്യം വിട്ടുപോകും, പിന്നെ എന്തെങ്കിലും ചില കാര്യം കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഞങ്ങള് ഒന്നിച്ച് പഠിച്ച SLC ഒന്നിച്ച് പഠിച്ചവര് കഴിഞ്ഞ ദിവസം കൊടകിൽ ടൂറിന് പോയി. ടൂറിന് പോകുമ്പോൾ ബസ്സിൽ ഇടത്തും വലത്തും ഇരുന്നിട്ട് ഞങ്ങൾ മത്സരം, അന്താക്ഷരി അറിയാമോ? സിനിമ പാട്ടുകൊണ്ടൊരു മത്സരമുണ്ട്. പല്ലവിയാ പാടുക. പല്ലവിയുടെ അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് അടുത്ത ടീം പാടും. അപ്പൊ ഞാൻ ഒരുപാട് പാട്ടറിയുന്ന ഒരാളാന്നുള്ള കാര്യത്തിൽ എന്റെ ടീമിലുള്ളവരെല്ലാം ആത്മവിശ്വാസത്തിലാണ്. പക്ഷെ കാലക്കേടിന് ഞങ്ങൾക്ക് നാന്നുള്ള അക്ഷരം പലതവണ ആവർത്തിച്ചു വന്നു. നാന്നേ വരുന്നുള്ളൂ. നാല് തുടങ്ങുന്ന എനക്കറിയുന്ന പാട്ടെല്ലാം പാടിക്കഴിഞ്ഞു. ഇനി വന്ന കുടുങ്ങിയത് ഒരു നായും മനസ്സിൽ വരുന്നു. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അതാ വരുന്നു, വീണ്ടും കഴിഞ്ഞു, തീർന്നു. അപ്പൊ മറ്റേ കൂട്ടർ പറ, തോൽവി സമ്മതിക്ക്. നമ്മൾ തോറ്റാൽ ഉള്ള നാണക്കേടായി. ഞാനൊരൊറ്റ പാട്ട്, നട്ടപ്പാതിരാവായി നേരം പനിനീ കുളിരമ്പിളി, നമ്മൾ ജയിച്ചു. ആ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല, വെറും പാതിരാവായി ഞാൻ നട്ട കൂട്ടിയതാ. മനസ്സിലായ? ഞാൻ ഇത് പറഞ്ഞത്, വേദങ്ങൾ ഇങ്ങനെ ചൊല്ലുമ്പോ പലതും പ്രക്ഷിപ്തങ്ങൾ ഉണ്ടാവും, കൂട്ടിച്ചേർക്കും. ചിലത് ലോപിച്ചു പോകും, കിട്ടാത്തത്. ഈ സിനിമ ഗാനമേളക്കെല്ലാം ചില ആള് പാടുന്ന പാട്ടിലെ വാക്ക് കേട്ടിട്ടുണ്ട്. ചില പാട്ട്, ഇന്ദ്രധനുസേന്തി വരുന്ന ഹലാഹല സേനകൾ എന്നെല്ലാം പാടും ചിലകൾ. എന്താ ഇതിന്റെ വാക്കിന്റെ അർത്ഥം? ONV കുറിപ്പ് എപ്പോഴും പറയലുണ്ട്, ശരബിന്ദു മലർ ദീപനാളം മീട്ടിനെപ്പോഴും എല്ലാരും പാടും ശരബിന്ദു. അങ്ങനെ ഒരു ബിന്ദുവേ ലോകത്തില്ല. ശരബിന്ദു എന്ന് പറഞ്ഞൊരു ബിന്ദു ഇല്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ശരത്കാലത്തെ ഹിന്ദുവാണ്. മനസ്സിലായോ? ശരത്ത് ഒരു നല്ല ഋതുവാണ്. വയലാർ രാമവർമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഋതുവാണ് ശരത്ത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മോന് ശരത്ത് ചന്ദ്രവർമ്മ എന്ന് പേരിട്ടു. മനസ്സിലായോ? അതാണ് ശരദിന്ദു. ഞാൻ പറഞ്ഞു വന്നത്, ഈ വേദങ്ങൾ ഇങ്ങനെ മൂല്യശോഷണം വന്നപ്പോ ഒരു മുക്കുവ സ്ത്രീയുടെ മകൻ, അവൻ ഇത് മുഴുവൻ ബൈഹാർട്ട് പഠിച്ചിട്ട് അതിൽ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തല്ലോ ഒഴിവാക്കി, വിട്ടുപോയെല്ലാം കൂട്ടിച്ചേർത്തു, എഡിറ്റ് ചെയ്തു. എന്നിട്ട് 4 പാർട്ടാക്കി പബ്ലിഷ് ചെയ്തു. എഴുതി വെച്ചിരുന്നല്ലോ, ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് 4 പാർട്ടാക്കി പബ്ലിഷ് ചെയ്തു. അയാളാണ് ആദ്യത്തെ പബ്ലിഷർ, ആദ്യത്തെ എഡിറ്റർ, ആദ്യത്തെ കളക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. സമ്പാദകൻ, സംശോധകൻ, പ്രസാധകൻ, ഈ 3 വാക്കിന് ഒറ്റ വാക്കുകൾ സംസ്കൃതത്തിൽ വ്യസിച്ചവൻ. അങ്ങനെയാണ് ഇയാൾക്ക് എന്ത് പേര് വന്നത്? വേദവ്യാസൻ. വേദങ്ങളെ വ്യസിച്ചു. ഇതൊക്കെ ചെറിയ പണിയാണ്. നിങ്ങൾ ആലോചിച്ചു, ഇത്രയും ബുദ്ധിയുണ്ട് നമ്മൾ. 18 പുരാണങ്ങളിൽ ഏതാണ്ട് 25,000 പേരുണ്ട് കഥാപാത്രങ്ങൾക്കില്ലേ? 25,000 പേര് കണ്ടുപിടിക്കണ പണിയത്തിന് നമുക്ക് ഇപ്പൊ നാട്ടിൽ പ്രചരിച്ച പേരല്ലോ, ഈ പുസ്തകത്തിന് വന്ന പേരല്ലേ? ഇപ്പൊ നമുക്ക് 2 മക്കളുണ്ടാൽ തന്നെ പേരിടാൻ കണ്ടാളോടെല്ലാം ചോദിക്കുക, നെറ്റ് തപ്പുക. അന്നേരാണ് ധൃതരാഷ്ട്രം 3 മക്കൾക്ക് പേര് വന്ന് വിട്ടത്. ഒരു പേര് ആവർത്തിച്ച് വന്നിട്ടില്ലല്ലോ, ഇല്ല.
ഇത്രയും എഴുതി വെച്ചു. അത് ഞാൻ പോട്ടെ. ഇവിടെ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 100-200 കൊല്ലല്ലേ. മെൻഡലിയേഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും മൈക്രോസ്കോപ്പും പണലും ടെസ്റ്റ് ട്യൂബും എല്ലാം ഉപയോഗിച്ചിട്ട് പല രാസപരീക്ഷണവും നടത്തി എക്സ്റേയും അല്ലെ സ്കാനിങ് എല്ലാം വന്നതിന് ശേഷമല്ലേ ഇംഗ്ലീഷ് മരുന്നിന്റെ ആധുനിക മോഡേൺ മെഡിസിൻ വന്ന. എന്നാൽ ഒരു ടെസ്റ്റ് ട്യൂബും മൈക്രോസ്കോപ്പും ഇല്ലാത്ത കാലത്ത് ഇതിനേക്കാൾ 1500 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും ഈ ഒറ്റ ലാഭേ ഉള്ളൂ, വായ. അതിൽ ചവച്ചരച്ചു നോക്കിയിട്ട് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കഫത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും ഗുളികയും തൈലങ്ങളും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും ചെറിയ ബുദ്ധിയാ. കേട്ട ചെറിയ ബുദ്ധിയാ. എന്നിട്ടും എന്തേ നമ്മുടെ രാജ്യം പട്ടിണി രാജ്യമായി? നമ്മൾ ഗൗരവതരമായി ഈ വായനശാലയുടെ വാർഷികത്തിൽ 60ാം വാർഷികത്തിൽ ചിന്തിക്കണം. ഈ വായനശാല മുതൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ആധുനിക ഉപകരണം ഇന്ത്യ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ നിങ്ങൾ. ഇത്രയും ബുദ്ധിമാന്മാരല്ലേ. ഈ മൈക്ക് കണ്ടുപിടിച്ചത് നമ്മുടെ രാജ്യത്തല്ലല്ലോ, എന്റെ വാച്ച് കണ്ടുപിടിച്ചത് നമ്മുടെ രാജ്യത്തല്ല, പേന കണ്ടുപിടിച്ചത്, കണ്ണട കണ്ടുപിടിച്ചത്, കടലാസ് കണ്ടുപിടിച്ചത്, അച്ചടി കണ്ടുപിടിച്ചത്, ബൾബ് കണ്ടുപിടിച്ചത്, നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത്, കാറും ലോറിയും കണ്ടുപിടിച്ചത്, താറും സിമെന്റും കണ്ടുപിടിച്ചത് ഒന്നും നമ്മുടെ രാജ്യത്തല്ല. എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്റെ വികാസം സനാതനമല്ല, അധുനാതനമാണ്. പുതുക്കിക്കൊണ്ടിരിക്കണം. ആ പുതുക്കാനുള്ള ഏറ്റവും മനോഹരമായ ബുദ്ധിയുടെ ചലനമാണ് ചിന്ത. ചലനത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ബുദ്ധി ചലിക്കുന്നുണ്ടോ? ചിന്തിക്കണം. ചിന്ത മുഴുവൻ നമ്മൾ റീലുകളിലേക്കും ചിന്ത മുഴുവൻ നമ്മൾ വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും നീക്കി വെച്ചാൽ നമ്മുടെ യുവാക്കൾക്കുണ്ടാകുന്ന ഒരു അസുഖം നിങ്ങൾ അറിയുമോ? ഞാൻ ഉണ്ടാക്കിയ അസുഖമല്ല, ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ബ്രെയിൻ ഡ്രോട്ട്. ബൗദ്ധികമായിരിക്കുന്ന വരൾച്ച സംഭവിക്കുന്നു ചെറുപ്പക്കാർക്ക്. ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയാണ്, അപാര ബുദ്ധിയാ കുട്ടികൾക്ക്. പക്ഷെ അത് വരണ്ടു പോകുന്നു. അവർക്ക് 30 സെക്കൻഡിൽ കൂടുതൽ ഒന്നിൽ ക്ഷമിച്ചിരുന്ന് നോക്കാൻ പറ്റുന്നില്ല. വിലാസിനിയുടെ പുസ്തകങ്ങൾ, അവകാശികൾ ഏറ്റവും വലിയ പുസ്തകം. ആ പുസ്തകം ക്ഷമയോടെ വായിച്ച നാട്ടുകാരുണ്ടായിരുന്നില്ലേ? ഇന്ന് അതുപോലത്തെ ഒരു പുസ്തകം ഇറങ്ങിയാൽ ഇത്രയും പേജുള്ള പുസ്തകം വായിക്കാൻ എത്ര പേരുണ്ടാവും? എം കൃഷ്ണൻ നായർ വാരഫലം എഴുതുന്ന ഒരു കാലം, കലാകൗമുദിയിൽ വാരഫലം എഴുതുക. അത് വാരഫലത്തിൽ നമ്മുടെ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ ശബ്ദധാരാവലിയെ ഇട്ട് കൊന്ന് കുടഞ്ഞു കളഞ്ഞു. ശബ്ദധാരാവലിയെ കുടയാണെന്നത് അയാൾ ഇങ്ങനെയാ പറയുന്നത്. വായന കുറഞ്ഞു വരുന്നതിന്റെ പേരിൽ ബ്രിട്ടീഷ് ലൈബ്രറിയന് സങ്കടം. വായിക്കാൻ ആളുകളില്ലല്ലോ, കുറയുന്നല്ലോ. അപ്പോഴതാ ഒരു വായനക്കാരൻ വന്നിട്ട് ഈ ഗ്രന്ഥാലയത്തിൽ ഏറ്റവും പേജുള്ള വലിയ പുസ്തകം വേണമായിരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇത്രയും പേജുള്ള പുസ്തകത്തെ പറ്റി അന്വേഷിച്ചല്ലോ. ഇദ്ദേഹം കഷ്ടപ്പെട്ട് അലമാരിയിൽ നിന്ന് ആ പുസ്തകം എടുക്കാൻ ചുമട്ടെടുക്കും പോലെ എടുത്തിട്ട് അവന് കൊടുത്തു. അവൻ ആ പുസ്തകം എടുത്ത് നേരെ ഓടുന്നു കണ്ടു. ഇവനെവിടെയാണോ പുസ്തകം എടുത്ത് ഓടുന്നത്? വായിക്കാൻ ഇത്രയും ത്വരയാണ്. ചെന്നു നോക്കിയപ്പോ ഒരു അലമാരിയുടെ മുന്നിൽ ആ പുസ്തകം വെച്ചിട്ട് ഈ അലമാരിയുടെ മേലത്തെ തട്ടിലാണ് ഈ പൈങ്കിളി പ്രസിദ്ധീകരണങ്ങൾ. അത് എത്തുന്നില്ല ഇവന്. അവിടെ സ്റ്റൂളില്ല, സ്റ്റൂളിന് പകരം വെച്ചതായി. അതിനു വേണ്ടിയാ ഏറ്റവും പേജുള്ള പുസ്തകം വേണമെന്ന് പറഞ്ഞ. അതുപോലെയാണ് ശബ്ദധാരാവലി വലിയ പേജുള്ള പുസ്തകം എന്നാ ഇയാൾ പറഞ്ഞേ. ഞാൻ ഞെട്ടിപ്പോയി. എന്താ കാരണം എന്നറിയോ ഇയാൾ പറയാൻ കാരണം? ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള ആദ്യത്തെ വരി തന്നെ തെറ്റ്. ഇത് എഴുതിയാളെ പേര് പത്മനാഭപിള്ള എന്നുള്ളത് നാഭപിള്ള എന്നുള്ളത്. പത്മം തെറ്റ്, ആദ്യം തന്നെ തെറ്റി. പത്മമല്ല പത്മമാ. തവളേന്റെ തായല്ല, ദേന്റെ ദായ വേണ്ടത്. എന്നിട്ട് പദം കാല്, മാ അമ്മ, സരസ്വതിയുടെ മഹാലക്ഷ്മിയുടെ പദം, അമ്മയുടെ പദം പതിയുന്നത് കൊണ്ടാണ് പത്മ എന്ന് പേര് വന്നത്. അവിടെ തന്നെ പത്മനാഭപിള്ളക്ക് തെറ്റി. പിന്നെ ബാക്കി ഇതിന്റെ ഉള്ളിലുള്ളത് എന്തായിരിക്കും കഥ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇട്ട്
കശക്കി എറിഞ്ഞത് എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഞാൻ അന്ന് വായിച്ചത്. ഞാൻ പറയാ, അര മിനിറ്റിൽ കൂടുതൽ ഒന്ന് കണ്ടിരിക്കാൻ ക്ഷമയില്ല. ബ്രെയിൻ ഡ്രോട്ട്. കാരണം ചിന്തയില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ആ ചിന്തയെ നവങ്ങളായിട്ട് വികസിപ്പിക്കുവാൻ ക്ഷമയോടുകൂടി ഏകാഗ്രമായി ഇരിക്കുവാൻ നമ്മുടെ യുവാക്കളെ പരിശീലിപ്പിക്കൂ. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. അതുകൊണ്ട് വായനശാലക്ക് ചെറിയ പണിയല്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിയെ അധുനാതനമാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യം വരണ്ടുപോയത്, അറിയണം. അതുകൊണ്ട് ചിന്തയാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തത്, 5 വിഷയം പറഞ്ഞു നിർത്തും. രണ്ടാമത്തത് ആശയവിനിമയമാണ്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ വിസ്ഫോടനാത്മകമായ വികാസം ഉണ്ടായ കാലഘട്ടമാണിത്, അല്ലേ? ഇപ്പൊ ലോകത്തെ ഏത് അറിവും നമ്മുടെ വിരൽ തുമ്പത്താണ്. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ലോകം ഒന്നായിരിക്കുന്നു, കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും. പണ്ട് ടെലഗ്രാമിന് കമ്പി എന്നല്ലേ പറയാ, കമ്പി വന്നു. കമ്പിയും കമ്പിയില്ല കമ്പിയും കൊണ്ട് ലോകം ഒറ്റയായി, ഒറ്റ വില്ലേജായി. പക്ഷേ കരള് കൊണ്ടല്ല. കരള് കൊണ്ട് നമ്മളെല്ലാം ഒറ്റക്കൊറ്റക്കാൾ. എല്ലാവരും അവനവനാകുന്ന സാമ്രാജ്യത്തിൽ ചക്രവർത്തിമാരാവുന്നു. സംസ്കാരം ഉടലെടുത്തത് കിടപ്പുമുറികളിൽ നിന്നല്ല. സംസ്കാരം ഉടലെടുത്തത് മൈതാനങ്ങളിലും തെരുവുകളിൽ നിന്നുമാണ്. സംസ്കാരം ഉടലെടുത്തത് ചർച്ചകളിലും സമ്മേളനങ്ങളിൽ നിന്നുമാണ്. സംസ്കാരം ഉടലെടുത്തത് വാഗ്വാദങ്ങളിൽ നിന്നാണ്. അല്ലാതെ ഒറ്റക്കൊറ്റക്ക് ഇരുന്നിട്ട് മൊബൈൽ നോക്കിയാൽ സംസ്കാരം ഉടലെടുക്കില്ല. അതുകൊണ്ട് ആശയവിനിമയം ഫലപ്രദമാവണം, ജൈവികമാവണം. ഡിജിറ്റൽ മാത്രമായി തീരുമ്പോൾ എന്താ പ്രശ്നം? നമ്മുടെ കുട്ടികളെല്ലാം ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്മാരാവും, യന്ത്രന്മാരാവും. അവർക്ക് ബുദ്ധി വളരും, പക്ഷേ ഈ ബുദ്ധിയെയും ശരീരത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. ഈ ഘടകമാണ് മനുഷ്യന് മനുഷ്യനാക്കിയത്. ശ്രീനാരായണ ഗുരു പറഞ്ഞു, മനുഷ്യാണാം മനുഷ്യത്വം. എന്താ ഈ മനുഷ്യത്വം? മനുഷ്യത്വം എന്ന് പറഞ്ഞ ബുദ്ധിയല്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് മനസ്സിൽ നിന്നുണ്ടാകുന്ന നല്ല ഗുണങ്ങളാണ്. സത്യബോധം, സ്നേഹം, ദയ, കാരുണ്യം, സഹാനുഭൂതി, സൗന്ദര്യബോധം തുടങ്ങിയ കാര്യങ്ങൾ ബുദ്ധി ഉണ്ടായതുകൊണ്ടുണ്ടാവണമെന്നില്ല. നല്ല ബുദ്ധി. ഇപ്പോ MBBSന്റെ ഹോസ്റ്റലുകളിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചില്ലേ? അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? പക്ഷെ മനസ്സില്ല. നമ്മുടെ ഭീകരവാദികളെ നോക്കൂ. ഈ ഭീകരവാദികളെല്ലാം നല്ല അറിവുള്ള ടീമാ, നല്ല അറിവുള്ള. ഇപ്പോ പഹൽഗാമില് സാധാരണ മനുഷ്യരെ വെടിവെച്ചു കൊന്ന കൂട്ടത്തിൽ ഒരുത്തൻ ഫാർമസിസ്റ്റ് കോഴ്സ് പഠിക്കാൻ കേരളത്തിൽ വന്നിരുന്നു. ഇവിടെ കേരളത്തിൽ വന്നിട്ട് ആ ഫാർമസിസ്റ്റ് കോഴ്സ് ജയിച്ചിട്ട് പോയി. അവൻ നല്ല അറിവുള്ളവരാ. പക്ഷെ മനുഷ്യരും സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ് വേണ്ടി. ആ മനസ്സുണ്ടാവണമെങ്കിൽ സയൻസും പഠിക്കണം, കവിതയും ചൊല്ലണം, പാട്ടും പാടണം, കഥയും പറയണം, മനുഷ്യരോട് വർത്താനം പറയണം. വൈലോപ്പള്ളി യുഗപരിവർത്തനത്തിൽ പറയുന്നു, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങി നടക്കുമ്പോ നാം അറിയാത്തോർ നമ്മളെ അറിയാത്തോർ കൂടുതലാണ്. പണ്ട് നാട്ടിൽ എല്ലാവർക്കും എല്ലാവരെയും അറിയാമായിരുന്നു. ഇപ്പോ വഴിയിലൂടെ കാണുന്ന ആളുകളെ നമുക്കും അറിയില്ല, അവർക്ക് നമ്മളെ അറിയില്ല എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. ജൈവികമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അത് വീടുകളിൽ പോലും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾ സുഖം ശരീരത്തിനാണെന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. ശരീരത്തിന്റെ സുഖം എങ്ങനെയാ? നല്ല ഭക്ഷണം, നല്ല AC, നല്ല കിടക്ക, നല്ല ഡ്രസ്സ്, നല്ല കാറ്. ഇതൊക്കെ ശരീരത്തിന്റെ സുഖം. ഇത് മതിയോ കുട്ടികൾക്ക്? അതൊക്കെ ഒരുക്കി കൊടുത്താൽ ഒരു കുടുംബമാവുക. അവിടെ മനസ്സുൽപാദിപ്പിക്കുവാൻ സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ വേണം. എങ്ങനെയാണ് ഈ സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ? SOFTEN എന്നതാണ് സോഫ്റ്റിന്റെ സ്പെല്ലിംഗ്. എസ് എന്ന് പറഞ്ഞാൽ സ്മൈലാണ്, പുഞ്ചിരിക്കണം. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യൻ. പുഞ്ചിരിക്കണം, വീട് പുഞ്ചിരിക്കണം, വാതിൽ തുറക്കണം. വീടിന്റെ ചുണ്ടല്ലേ വാതിൽ? ആ വാതിൽ തുറക്കാറുണ്ടോ? ഇപ്പൊ അകത്ത് തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ വാതിൽ തുറക്കും, ടപ്പേ നടക്കും. അടഞ്ഞ ഹൃദയങ്ങളുടെ പ്രതീകമാണ്
അടഞ്ഞ വാതിലുകൾ. രാവിലെ എഴുന്നേറ്റിട്ട് വരാന്തയിലേക്കൊന്ന് ഇറങ്ങുമോ? മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെ കാട്ടിക്കൊടുക്കുമോ? പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാര ശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മുട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ലുവോ? ആ ചോദ്യം. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇതിനടുത്ത് തന്നെ നമ്മുടെ ശ്രീകുമാരൻ നമ്പിക്ക് ഒരു അവാർഡ്, മമ്മിയൂർ ഭാഗവത ഹംസം അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ, അദ്ദേഹമുള്ള ചടങ്ങിൽ ശ്രീകുമാരൻ നമ്പിയുടെ പാട്ടുകളിലെ ദാർശനിക സൗന്ദര്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടി. ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പാടിയത് പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീചി രണ്ടും കണ്ടു നിൽക്കും, ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. ഈ പ്രഭാതത്തെയും പ്രദോഷത്തെയും കണ്ടു നിൽക്കുന്ന പ്രതീചിയായിട്ട് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മാറാൻ പറ്റണം.